ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖാണെന്ന് കരുതുന്നു. അപ്പം ഇന്ന് ഞാൻ രാവിലത്തെയും വൈകുന്നേരത്തെയും കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ എടുക്കാൻ പോണത്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കിഴങ്ങ് കറിയും കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. മക്കൾ സ്കൂളിൽ പോണ തിരക്കായതുകൊണ്ട് കിഴങ്ങ് കറി വേഗം കുക്കറിലിട്ട് വേവിച്ചെടുത്തു കേട്ടോ. അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടായിരുന്നു. പിന്നെ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇനി കോഴിക്കളെ അമ്മ വിട്ടിട്ടുണ്ട് അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂടിൻ്റെ ഉള്ളിൽ ഒരു തള്ളക്കോയും കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ പുറത്തേക്ക് വിട്ടാൽ കീരി പിടിച്ചിട്ട് പോകുന്ന ഒരു പേടി കൊണ്ടാണ് കേട്ടോ വിടാത്തത്. അയൽപ്പക്കത്തെ ഒരേട്ടൻ ചക്ക കൊണ്ടുവന്ന് തന്നിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ചക്കക്കുരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചക്കക്കുരും പയറും പപ്പായം പാടിട്ട് ഒരു തോരൻ വെക്കാൻ കരുതിയിട്ടോ. അപ്പോൾ പയറ് പറിക്കാനും പപ്പായ പറിക്കാനായിട്ട് തൊടിയിൽ വന്നതാണ് കേട്ടോ. കുറച്ച് പയറെന്നുള്ളൂ കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി പപ്പായം കൂടെ പറിച്ചെടുക്കാൻ പോവാം കേട്ടോ. സ്കൂള് നേരത്തെ വിടും പറഞ്ഞിട്ട് മക്കളൊന്നും ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വൈകിട്ടാണ് കേട്ടോ ചോറും കറിയൊക്കെ വെക്കണത്. അപ്പോൾ അവർ വരാനാവുമ്പോഴേക്കും തിടുക്കത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുകയാണ് കേട്ടോ. പിന്നെ സ്കൂളിൽ ഉപ്മാവൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അവർ അതൊന്നും മേടിച്ച് കഴിക്കലില്ല, എപ്പോഴെങ്കിലും ഒക്കെ ഉള്ളും കഴിക്കുക കേട്ടോ. നേരത്തെ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് മൺകലത്തിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായൊന്ന് നോക്കട്ടെ നമുക്ക്. അപ്പോൾ പരിപ്പ് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഉമ്മ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. മസാലപ്പൊടികളൊക്കെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വറുത്തരച്ച തേങ്ങയും പാടൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഉമ്മ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിരുന്നു. അപ്പോൾ അരക്കണ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ സാമ്പാറൊന്ന് തിളച്ച് വരാനായിട്ടോ. ഒന്ന് കടുവും കൂടെ വറുക്കാം. തോരൻ വെക്കാനായി വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചക്കക്കുരു ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും പാടെ ചേർത്ത് കൊടുക്കുകയാണ്. പപ്പായ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പപ്പായൊക്കെ നന്നായി വെന്ത് വന്നപ്പോഴേക്കും നമ്മൾ കടുക് വറുക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. കടുക് വറുക്കാൻ പോവുകയാണ് കേട്ടോ. കറിവേപ്പില പൊട്ടിത്തെറിക്കുമ്പോൾ ചോറിൻ്റെ വെള്ളം വെച്ചിരുന്നു കേട്ടോ. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അരിമ്പാട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ചോറൊക്കെ വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുക്കളൊക്കെ നന്നായി മുഷിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് മണ്ണൊക്കെ കലക്കി ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് തോട്ടിൽ പോയി അലക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു ബക്കറ്റിൽ നമ്മൾ മറുത്തിടുന്ന ചാക്കാണ് കേട്ടോ. അതൊക്കെ ഒന്ന് പെറുക്കി എടുത്തിട്ടുണ്ട്. ഒരു സോപ്പും കഷ്ണം എടുത്തിട്ട് പോകാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞാനും മുഫിമോളും ആണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടെ നിറച്ച് കന്നുകാലികളൊക്കെ ഉണ്ട് കേട്ടോ.
പോണ വഴിക്കൂടെ ഒക്കെ നല്ല ചേറാണ് കേട്ടോ. ഇവിടെ വയലോരങ്ങളായതുകൊണ്ട് നല്ല ചേറ് ഉണ്ട്. പിന്നെ ഇതാക്കണ തോട്ടിൽ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ അലക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ വീട്ടിൽ പുറപ്പെട്ടപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറുണ്ണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം ദുആ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും.